ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഞാൻ ധന്യ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു സൽക്കാരത്തിൻ്റെ വീഡിയോ ആണ് കേട്ടോ. സൽക്കാരമൊക്കെ കുറേ ദിവസമായി കഴിഞ്ഞിട്ട് വീഡിയോ എഡിറ്റ് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇൻട്രൊഡക്ഷൻ വീഡിയോ എടുക്കാൻ ഞാൻ വിട്ടുപോയിട്ട്. അപ്പം ഇപ്പോഴാണ് ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നതിന് ശേഷമാണ് ഞാൻ ഇൻട്രൊഡക്ഷൻ വീഡിയോ എടുക്കുന്നത്. അപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ വീട്ടിലേക്ക് എൻ്റെ അനിയനും നാത്തോനും സൽക്കരിച്ചിട്ടുണ്ട്. അവരെ കല്യാണം കഴിഞ്ഞിട്ട് അധികം ആയിട്ടില്ല. അപ്പം ആ ഒരു വീഡിയോയും വിശേഷങ്ങളും ഒക്കെയാണ് കേട്ടോ ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം അധികം സംസാരിക്കാതെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. രാവിലത്തെ എൻ്റെ ജോലികളൊക്കെ തീർത്ത് ഞാനും ഏട്ടനും റിനുമോളും കൂടെ തറവാട്ടിലേക്ക് പോവാട്ടോ. എൻ്റെ വീട്ടിലാണ് റിത്തൂസ് ഉള്ളത്. അപ്പോൾ ഞാൻ അവിടെ എന്തെങ്കിലും പണികളൊക്കെ ഉണ്ടാവുമല്ലോ, അതുകൊണ്ട് തന്നെ ഞങ്ങൾ നേരത്തെ പോകുന്നതാണ്. ഇത് ഏട്ടൻ്റെ വലിയ അനിയൻ്റെ വീടാണ്. അനിയൻ്റെ ചെറിയ മോളാട്ടത് മിയ. അപ്പം ഞാൻ ഉള്ളിലേക്ക് കയറി വരുമ്പോൾ തന്നെ അമ്മ അതാ ഓരോ പണികളൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ട് നിൽക്കുന്നുണ്ട്. സുനിതയും ഓരോ പണികൾ എടുക്കുന്നുണ്ട്. സുനിതൻ്റെ ഇളയിച്ചിയാണ്. അങ്ങനെ പിന്നെ എൻ്റെ ഡ്യൂട്ടി ഞാൻ വേഗം ഏറ്റെടുത്തു കേട്ടോ, ചിക്കൻ പൊരിക്കൽ. അങ്ങനെ ചിക്കൻ ഓരോന്നായിട്ട് ഞാൻ അങ്ങനെ പൊരിക്കാൻ തുടങ്ങി. അങ്ങനെ പൊരിച്ചൊന്ന് പകുതിയായപ്പം പുറത്ത് വന്ന് നോക്കിയാട്ടോ. റിനുമോളാണെങ്കിൽ ഈ കോഴികളെ പുറകെ നടക്കട്ടെ, ഈ കോഴി കൊത്തൂലെന്നാണ് പറഞ്ഞത്. ഇവളാണെങ്കിൽ ആ കുട്ടികളെ പിടിക്കണ്, ആ തള്ളക്കോഴിനെ പിടിക്കണ്, മൊത്തം വെറുപ്പിക്കലായിരുന്നു കേട്ടോ റിനുമോള്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ നേരെ പിള്ളേരുടെ അടുത്ത് വന്ന് നോക്കിയപ്പോൾ ഇതാട്ടോ ഞങ്ങൾ 3 പെൺപടകൾ, പിന്നെ റിത്തൂസും യദും ആൺകുട്ടികൾ. അങ്ങനെയാട്ടോ ഞങ്ങളുടെ മക്കളുള്ളത്. പിന്നെ ഇതാ ഇവിടെ ബീഫ് സെറ്റാവുന്നുണ്ട്. പിന്നെന്താ ചിക്കൻ കടായി ആയിരുന്നേ ഉണ്ടാക്കിയത്. പായസം ഇവിടെ സെറ്റായിട്ടുണ്ട്. നെയ്ച്ചോറ്, ചിക്കൻ കടായി, പായസം, ബീഫ് ഫ്രൈ, മീൻ പൊരിച്ചത്, പച്ചക്കറി, വെറുംചോറ്, തൈര്, അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഉണ്ടായിരുന്നേ. പിന്നെ ഞാൻ മേലേക്ക് വന്ന് നോക്കിയപ്പോഴാണ് ഒരുപാട് ചെടികളുണ്ട്. പിന്നെ കറ്റാർവാഴൻ്റെ ഒരു തോട്ടം തന്നെ ഉണ്ട് കേട്ടോ അവിടെ. അതൊക്കെ കണ്ട് ഞാൻ താഴത്തേക്ക് വന്ന് പിന്നെ ഓരോ പാത്രത്തിലേക്ക് ഇങ്ങനെ ആക്കി കൊണ്ടുവന്ന് വെച്ചു കേട്ടോ. എന്നാൽ പിന്നെ അധികം പണികളൊന്നും ഇല്ലല്ലോ, ഇങ്ങനെ ഓരോന്ന് സെറ്റാക്കിയാൽ വിരുന്നാർ വരുമ്പോൾ പെട്ടെന്ന് തട്ടിക്കൂട്ടി ഇങ്ങനെ ഓടി നടന്ന് എടുത്തു വെക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പം തന്നെ അവർ വന്നിട്ടുണ്ട്. അങ്ങനെ അവർ കയറി. ഇന്ന് വെള്ളം ഞാനായിട്ട് ഉണ്ടാക്കിയത്, വെൽക്കം ഡ്രിങ്ക്. കട്ട ഫ്ലോപ്പായി പോയിട്ടോ. കാരണം ലൈം അടിക്കാൻ നോക്കിയതായിരുന്നു. എന്തോന്ന് കൂടിപ്പോയി, എന്താ കൂടിയതെന്ന് തന്നെ എനിക്കറിയില്ല കേട്ടോ. കഴിക്കുക ചെറുതായിട്ട്. എന്തെന്നായാലും വെള്ളം അവർ കുടിച്ചിട്ടുണ്ട്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഞാൻ പുറമെ ചിരിക്കണമെങ്കിൽ ഉള്ളിൽ നല്ല സങ്കടം കേട്ടോ. എല്ലാവരും എന്നെ ഇങ്ങനെ കളിയാക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഇങ്ങനെ ചിരിച്ച് നിൽക്കുന്നേ ഉള്ളൂ. ഈശ്വര, ഞാൻ ഇങ്ങനെ ഉണ്ടാക്കിയത് കഴിച്ചു പോയല്ലോ എന്നുള്ളൊരു വിഷമമുണ്ട് കേട്ടോ. അങ്ങനെ ഓരോ കാര്യങ്ങളും ഞങ്ങൾ എടുത്തു വെക്കാൻ തുടങ്ങി. ചോറും അങ്ങനത്തെ ഐറ്റംസൊക്കെ. അങ്ങനെ ഇവിടെ യദു ഇപ്പോൾ വന്നതാണ്. യദു പറഞ്ഞാൽ ഏട്ടൻ്റെ ചെറിയ അനിയൻ്റെ മോനാണ് കേട്ടോ. അവരുടെ വീട്ടിലായിരുന്നു അഭീഷ്ണി യദും. അപ്പോൾ അവരിപ്പോൾ വന്നതാട്ടോ. പിന്നെ ചോറും ഓരോന്നും ഇങ്ങനെ അമ്മയൊക്കെ ഇവിടെ സെറ്റാക്കുന്നുണ്ട്. പിന്നെ കുറേ നേരം വർത്താനം പറഞ്ഞ് നിന്ന് മക്കളായിട്ട് കളിപ്പിച്ച് അങ്ങനെയൊക്കെ കുറേ സമയം പോയിട്ടോ. പിന്നെ എല്ലാവരും കൂടെ വേഗം ഫുഡ് കഴിക്കാനുള്ള തയ്യാറെടുപ്പായിട്ടോ. കുറേ നേരം ഇരുന്നൂളി എന്ന് പറയണം. അപ്പം അമ്മ വേഗം അവിടെ ഇരുന്ന് അമ്മയ്ക്ക് വിളമ്പി കൊടുത്തപ്പം കഴിക്കാൻ തുടങ്ങിട്ടോ. അങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്നിരുന്ന് കഴിക്കൽ തുടങ്ങി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഫുഡൊക്കെ കേട്ടോ. ഈ കടായിലൊരു ഇത്തിരി എരിവ് കൂടി എന്നല്ലാതെ നല്ല ടേസ്റ്റ് ആയിരുന്നു ഫുഡും കാര്യങ്ങളൊക്കെ. എല്ലാവരും കൂടെ ഇങ്ങനെ ആകുമ്പോൾ നല്ല രസമാണല്ലേ. അങ്ങനെ പിന്നെ ലാസ്റ്റ് ഞങ്ങൾ 4 ആളോട്ട് ഇരുന്നത്, അമ്മായിമ്മയും മരുമക്കളും. ഞാനാട്ടോ മൂത്ത മരിയോള്, പിന്നെ സുനിത, ഇത് പിന്നെ അഭീഷ്ണ. ഞങ്ങൾ അങ്ങനെയാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ കുറേ നേരം അവിടെ വർത്താനൊക്കെ പറഞ്ഞിരുന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത്. കുട്ടാപ്പ് ചെടിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു സുനിതേൻ്റെ അടുത്തുനിന്ന്. പിന്നെ റിനുമോളെ അവർ കൊണ്ടുപോകാന്നാട്ടോ പറഞ്ഞത്. റിനുമോള് നിൽക്കുമെന്നൊന്നും അറിയില്ല, ആദ്യമായിട്ടാണ് കൊണ്ടുപോകുന്നത്. എന്താ പാടറിയില്ല. കുട്ടാപ്പുള്ള ധൈര്യത്തിലാട്ടോ കൊണ്ടുപോകണത്. അവൻ ഇപ്പം ലീവിന് വന്നതാണല്ലോ, അവൻ മിലിറ്ററിയിലാണല്ലോ ജോലി ചെയ്യുന്നത്. അങ്ങനെയൊക്കെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ താഴെ എത്തി. റിനുമോളെ മാറ്റിച്ച് ആ ഒരു വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. വീട്ടിൽ കയറിയുള്ള ഡ്രസ്സൊക്കെ മാറി അവരെ കൂടെ പോവാട്ടോ. റിത്തൂസിന് ചെറിയ സങ്കടം കേട്ടോ. ഇടയ്ക്കിനോട് വന്ന് ചോദിക്കുന്നുണ്ട്, അമ്മേ വാവേനെ കൊണ്ടുപോവുകയാണെന്ന്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. കൂടെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നല്ല കമൻ്റൊക്കെ പറയൂ കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.